പ്രിയപ്പെട്ടവരെ, നമ്മുടെ താനൂരിൻ്റെ ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ താനൂരിൻ്റെ കഥ പറയുമ്പോൾ പ്രധാനമായും വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് താനൂരിലെ നാട്ടുമൗലിദ് എന്നുള്ളത്. ഈ നാട്ടുമൗലിദിൻ്റെ ഉത്ഭവവും അതിനോടനുബന്ധിച്ച കഥകളും കാര്യങ്ങളുമൊക്കെ പലരോടും ചോദിച്ചപ്പോൾ പുതിയ തലമുറയ്ക്ക് തന്നെ അന്യമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് എപ്പോഴുണ്ടായി, എങ്ങനെയുണ്ടായി, എന്താണ് കാരണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നടന്നു വരാനുള്ള കാരണം പല ആളുകൾക്കും ഇന്ന് അറിയാതെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഓരോ വ്യക്തികളോടും അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകളോട് ഇപ്പം നിലവിൽ അതിൻ്റെ കേട്ടുകേൾവിയിലോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വന്നതെന്നോ അതിൻ്റെ പ്രായമുള്ള കുറച്ച് ആളുകളോട് നമുക്കതിന് ചോദിച്ചറിയാം, മനസ്സിലാക്കാം. ഓക്കെ, തറാക്കാം. അപ്പോൾ നമ്മൾ നാട്ടുമൗലിദിൻ്റെ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ നാട്ടുമൗലിദിൻ്റെ സമയത്ത് ഇതിനെ കുറിച്ചുള്ള ആധികാരികമായ രേഖകളൊക്കെ എപ്പോഴാണ് ഈ നാട്ടുമൗലിദ് തുടങ്ങിയത് എന്നുള്ളതും അതുപോലെ തന്നെ ഇതെന്താണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇത് തുടങ്ങാനുള്ള കാരണങ്ങൾ എന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വിശദമായിട്ടുള്ള എന്തൊരു അഭിപ്രായങ്ങളൊന്ന് പറയാമോ? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. ആധികാരികമായിട്ട് രേഖകളൊന്നും കണ്ടിട്ടില്ല. എപ്പോഴും പല സ്മരണയിലും ഇതിലൊക്കെ അങ്ങനെ ഓരോരുത്തർ എഴുതി ആധുനിക യുഗത്തിൽ എഴുതി വെച്ചതാണ് കണ്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് പഴയ കാലത്ത് ഒരു ഫക്കീർ താനൂർ അങ്ങാടിയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ കുട്ടികളും മറ്റേ കൂടെ അദ്ദേഹത്തിനെ കണ്ടെറിഞ്ഞ് കൂട്ടുപിടിച്ച് ഒക്കെ ഇങ്ങനെ വേദനിപ്പിച്ച്. അപ്പോൾ അയാൾ പോകുന്ന പോക്കിൽ കുട്ടികളെ ഇങ്ങനെ വല്ലാണ്ട് അട്ടാസിച്ചു കളിക്കൊന്നും വേണ്ട, താമസിയാതെ തന്നെ നിങ്ങൾ കരയേണ്ടി വരും. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം താനൂരിൽ വ്യാപകമായി തീപിടുത്തമുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് വാമൊഴിയായിട്ട് പറഞ്ഞു കേട്ട ഒരു കഥയാണ്. തീപിടുത്തം അന്ന് ഓല വീടുകളാണ് കാര്യമായിട്ട് താനൂരിലുള്ളത്. അപ്പൊ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്യാപകമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പം പലരും പല സങ്കടങ്ങളും പോയിട്ട് പലരോടും പറഞ്ഞ് അങ്ങനെ ആ കൂട്ടത്തില് വെളിയങ്കോട് ആറ്റുകായ തങ്ങള്, ഇവിടെ താനൂർ ജുമാഅത്ത് പള്ളിന്റെ അടുത്തുള്ള ജാർത്തിങ്ങിലുള്ള തങ്ങള്, അദ്ദേഹത്തിനോട് പോയിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്ര നിങ്ങള് മൗലൂദ് കഴിക്കണം, എല്ലാവരും നാട്ടുമൗലൂദ് എന്ന പേരിൽ ഒരു മൗലൂദ് കഴിക്കണം പറഞ്ഞു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തില് റബീഉൽ അവ്വൽ മുതൽ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മൗലൂദ് ആചാരമാണ് താനൂരിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. ഇതേപോലെ 1-2 ആഴ്ച കൊണ്ട് അവസാനിക്കുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. ഓരോ ഏരിയ ഓരോ വ്യാഴാഴ്ച അതിന് ജുമാഅത്ത് പള്ളിയിൽ വെച്ചിട്ട് തീരദേശത്ത് മുഴുവൻ കാരണന്മാരും ഒത്തുകൂടിയിട്ട് ഏകദേശം ഒരു 1980 വരെ അന്നത്തെ പ്രമുഖ പണ്ഡിതനും ഉമർ